ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നാൽ യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകനെന്ന് ഏറ്റുപറയലാണ്. അത് ഏറ്റുപറയാതെ എല്ലാ മതങ്ങളെയും അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലെയും ദൈവങ്ങൾ രക്ഷകർ ആണെന്ന് ഏറ്റുപറയുന്നവൻ വൈദികൻ പോയിട്ടൊരു ക്രിസ്ത്യാനി പോലുമല്ലെന്നാണ് പ്രമാണം. ബൈബിളിൽ പറയുന്നുണ്ട്, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുതെന്ന്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുതാര്യമായി പറയുകയാണെങ്കിൽ വിശദീകരണം വളരെ എളുപ്പമായിരിക്കും. അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. യഥാർത്ഥ ക്രൈസ്തവൻ എന്നാൽ ആ മതത്തിന്റെ ഫ്രെയിമിൽ ചട്ടക്കൂടിൽ നിന്ന് ജീവിക്കുമ്പോഴാണ്. അല്ലാതെ എല്ലാവരും ദൈവമാണെന്ന് വിശ്വസിക്കുമ്പോൾ അവനെ സംബന്ധിച്ചുള്ളത് അവൻ യഥാർത്ഥ ക്രൈസ്തവനാവില്ല. ഹൈന്ദവനും അങ്ങനെ തന്നെ 30 കോടി ദൈവങ്ങളാണ് ഞങ്ങളുടെ ദൈവങ്ങളെന്ന് വിശ്വസിക്കുമ്പോഴാണ്, ആ സനാതന ധർമ്മ മൂല്യങ്ങളെ ഒരാൾ മുറുകെ പിടിക്കുമ്പോഴാണ് അയാൾ നല്ലൊരു ഹൈന്ദവനാകുന്നത്. ഇതുപോലെ തന്നെയാണ് മുസ്ലിം. 1,24,000 വരുന്ന പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നു. അതിൽ ഒരാളാണ് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ആ ഈസാ നബി അടക്കമുള്ള ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, തിരുദൂതനാണെന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിമിന്റെ മാനിഫെസ്റ്റോ അത് ഖുർആനാണ്. ക്രൈസ്തവന്റേത് ബൈബിൾ ആയതുപോലെ ഖുർആൻ ഞങ്ങളുടെ മാനിഫെസ്റ്റോ ആണ്. ആ ഖുർആനിൽ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ലം യലിദ് വലം യൂലദ്, അവന് സന്താനങ്ങളില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. അങ്ങനെയുള്ള ഒരു യഥാർത്ഥ മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതര സമൂഹങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും അത് അവരുടെ ആചാരമാണ്. അവർ സന്തോഷത്തോട് നടത്തിക്കൂടെ, നമുക്കൊന്നും പ്രശ്നമില്ല. അത് ഈ നാട്ടിൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അവർ സന്തോഷത്തോടു കൂടി ആഹ്ലാദിച്ചോട്ടെ എല്ലാം ചെയ്യാം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പ്രമാണ ലംഘനമാണ്. അത് ആ ക്രൈസ്തവ മതത്തിന്റെ മൂല്യങ്ങളെ ആ ഫ്രെയിമിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത പോലെയാണ്. ലം യലിദ് വലം യൂലദ്, ദൈവത്തിന് സന്താനങ്ങളില്ല, അവൻ ആരുടെയും സന്താനവുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സന്താനമില്ലാത്ത ദൈവത്തിന്റെ ജന്മദിനത്തെ ആഘോഷിക്കുന്ന ഒരു സമൂഹത്തെ പിന്തുണക്കുകയോ അല്ലെങ്കിൽ ആഘോഷത്തിൽ പങ്കെടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്, അതിൽ സാങ്കത്തികമില്ല. അല്ലാതെ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല, ഓണം ആഘോഷിക്കുന്നത് ഞങ്ങളാരും എതിരല്ല. അതെല്ലാം ഓരോ സമൂഹങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളാണ്. അതിലൊന്നും നമ്മൾ കൈകടത്തത്തേയില്ല. ഈ കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും ഈ സമൂഹത്തോട് പറഞ്ഞൊരു കാര്യം, വലാ തുശ്രികൂബില്ല, നിങ്ങൾ അള്ളാഹുവിനോട് മറ്റാരെയും പങ്കുചേർക്കരുത്. അതുപോലെ തന്നെ പറഞ്ഞു, മറ്റുള്ള ദൈവങ്ങളെ നിങ്ങൾ അവഹേളിക്കാനോ പരിഹസിക്കാനോ പാടില്ല എന്നും വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. അത് തന്നെയല്ലേ ഏറ്റവും വലിയ മാനവികത. ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ പരിഹസിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ മാനവികത. ഓണം ആഘോഷിക്കുന്നവരെ പരിഹസിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ മാനവികത. അവരവരുടെ സമുദായങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി സ്നേഹത്തോടെ മുന്നോട്ട് പോകാം. നമുക്ക് മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം നമുക്ക് കഴിയുമോ? കാരണം ഒന്ന് ഏകദൈവ വിശ്വാസവും മറ്റൊന്ന് ബഹുദൈവ വിശ്വാസവും, അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പരസ്പരം മതങ്ങൾക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. പരസ്പര വിരുദ്ധമായ ആശയങ്ങളിൽ നിൽക്കുന്ന മതങ്ങൾക്കൊരിക്കലും അങ്ങനെ കൈകോർക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് മനുഷ്യർക്ക്, കാരണം മതങ്ങളൊക്കെ പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കാനും അവരുടെ പ്രയാസങ്ങളിൽ കൈപിടിക്കാനും അനാഥകളെ സംരക്ഷിക്കാനും അപരകളായ സ്ത്രീകൾക്ക് അവരെ ചേർത്ത് പിടിക്കാനും ഒക്കെയാണ് മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആവോളം അടുത്തും സ്നേഹിച്ചും ഒക്കെ പോകാം. പക്ഷേ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ആചാരം അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്ന ഒരു ആചാരം അത് മറ്റുള്ളവർ കൂടി കടമെടുക്കണം എന്നൊരിക്കലും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കിടയിൽ വാക്ക് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുകയും അത് പിന്നീട് ശക്തമായ വിയോജിപ്പിലേക്ക് പോവുകയും ചെയ്യും. ഇനി മറ്റൊന്ന്, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകളോട് പറയാനുള്ളത്, ഇപ്പം ചില തങ്ങന്മാര് അവർ പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർ കേക്ക് മുറിക്കുകയും അതിന്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ കാണുമ്പോൾ അത് വെച്ചിട്ട് അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നവരോട് സസ്നേഹം പറയാനുള്ളത്, പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഏതെങ്കിലും ഒരു മുസ്ലിയാരൊന്നും ഇല്ല. അത് വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തുമാണ്. അത് നമ്മുടെ മുൻഗാമികൾ നമുക്ക് നല്ല രൂപത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ആഘോഷങ്ങളൊന്നുമല്ല. അതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. അന്നും ഈ നാട്ടിൽ മുസ്ലിമീങ്ങൾ ജീവിച്ചു, നല്ല സ്നേഹത്തിൽ ജീവിച്ചു, പരസ്പരം ആവോളം അടുത്തും സ്നേഹിച്ചു, പരസ്പരം കൊടുത്തു വാങ്ങിയൊക്കെ അവർ ജീവിച്ചു. അന്നൊക്കെ കാലഘട്ടത്തിൽ അവരുടെ ആഘോഷങ്ങളെ അവരവരാഘോഷിക്കുന്നു. എന്നാൽ സ്നേഹത്തിന് വല്ല കുറവുണ്ടോ? ഒന്നുമില്ല. ഇന്നെന്ന് പറഞ്ഞാൽ നാട്യങ്ങളാണ്. ഞാനിത് ഈ ആഘോഷങ്ങളെ പിന്തുണക്കുകയും അതോടൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിൽ ഞാനൊരു ഭീകരവാദി അല്ലെങ്കിൽ വർഗീയവാദി എന്നൊക്കെ ആളുകൾ പറയുമല്ലോ.
അപ്പൊ ഞാനൊരു മതേതരവാദിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്ന ഒരു കപടമായ ഒരു മാനവിക ചിന്ത അല്ലെങ്കിൽ മതേതരത്വം കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രഹസനങ്ങളൊക്കെ. നമ്മുടെ ഈ കപട മതേതരത്വത്തിന്റെയൊക്കെ പരമമായ ലക്ഷ്യം എന്താണ്? ജനാംഗീകാരമല്ലേ? സൃഷ്ടികൾക്കിടയിൽ മുഴുവൻ അംഗീകാരം ഉണ്ടായാലും സൃഷ്ടാവിന്റെ മുമ്പിൽ നമുക്ക് അംഗീകാരമില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്താ നേടിയത്? ഫലസ്തീൻ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വരുന്നത് മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ്. അന്ന് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമർ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കാൻ വേണ്ടി അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ കൂടെ വരുമ്പോൾ ഉമർ തങ്ങൾ തന്റെ എളിമത്തം കൊണ്ട് ചില ആക്ടിവിറ്റീസുകൾ, കുതിരയുടെ കടിഞ്ഞാട് പിടിക്കുന്നു, പാവങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു, പാവങ്ങളോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ഖലീഫയാണ്, അങ്ങ് വലിയൊരു മഹാ നേതാവാണ്, അങ്ങ് ഈ സാധാരണക്കാർ ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞത്, അബൂ അബ്ദില്ല, നമ്മളൊക്കെ വളരെ നിസ്സാരപ്പെട്ട മനുഷ്യരായിരുന്നു. നമുക്ക് ഇസ്സത്ത് ഉണ്ടാക്കി തന്നത് ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഇസ്ലാമിന്റെ സംസ്കാരം എന്താ? പാവങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക, വിശക്കുന്നവരെ ഭക്ഷണം കൊടുക്കുക, ആളുകളോട് മാന്യമായിട്ട് സംസാരിക്കുക, വിനയമുള്ള ജീവിതമാകുക. ആ സംസ്കാരം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇസ്സത്തുള്ളവരായത്. അപ്പൊ ഇസ്ലാമിന്റെ സംസ്കാരം മുറുകെ പിടിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഇസ്സത്തുള്ളവർ. അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ്സത്തുണ്ടാകും, ജനങ്ങളുടെ മുമ്പിൽ ഇസ്സത്തുണ്ടാകും. ഇത് നമുക്ക് മറ്റുള്ളവർക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾ കൂടി പിൻപറ്റി അതോടൊപ്പം ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ആത്മാഭിമാനം ഉണ്ടാകൂ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അവരും അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മുടെ വിശ്വാസങ്ങൾ തമ്മിൽ വ്യതിരിക്തതയുണ്ടെങ്കിലും അവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അവരോട് സ്നേഹവും ബഹുമാനവും കാരുണ്യവും ഒക്കെ ഉണ്ടാകണം. പക്ഷേ വിശ്വാസങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ നിർവാഹമില്ല. കാരണം റഹ്മാനായ റബ്ബ് നമ്മോട് എന്താണ് ദൈവമെന്ന്, സൃഷ്ടാവ് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് വിശ്വസിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. അവരും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ആദ്യ വീഡിയോകൾ കണ്ടല്ലോ, യേശുക്രിസ്തുവാണ് ദൈവം രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പോലെ നമ്മുടെ വിശ്വാസം ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദൂതനാണ്. ഇവിടെ വന്നത് മുബശ്ശിറായിട്ടാണ്. ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട്, അഷ്റഫുൽ ഖൽഖായി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദൂതൻ വരാനുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം 3 കൊല്ലം മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. പിന്നീട് 23 വർഷം അവിടെ ദഅവത്ത് നടത്തി. 3 വർഷക്കാലമാണ് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം നടന്നിട്ടുള്ളത്. ആ പ്രബോധന കാലഘട്ടം ഇത്രയും ഹ്രസ്വമാക്കാനുള്ള കാരണം ഒരു മുബശ്ശിറായിട്ട് വന്നതാണ്. ശേഷം ഒരു വിമോചകൻ വരുന്നുണ്ട് എന്ന് പറയും. അതാണ് നമ്മുടെ വിശ്വാസം. ആ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ക്രൂശിച്ചു വന്നോ, ആ ഈസാ നബി അലൈഹി ഇസ്ലാം ആ രൂപത്തിൽ കുരിശിൽ തറക്കപ്പെടുന്നു വിശ്വസിക്കാൻ നമുക്ക് നിർവാഹമില്ല. അപ്പൊ മറ്റുള്ളവർ വിശ്വസിക്കട്ടെ, അവരോട് നമുക്ക് വിയോജിപ്പില്ല. അവരോട് നമുക്ക് ഒരു നിലക്കുമുള്ള അവരെ പരിഹസിക്കുന്ന ഒരു ആക്ടിവിറ്റീസ് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അവരെ വിശ്വാസത്തെ അവർക്ക് വിട്ടുകൊടുക്കുക.